പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സർവ്വസ്വരായ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായ ഞങ്ങളെ ദയാപൂർവ്വം തൃക്കൺ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിൽ ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങളെ പശ്ചാത്താപത്തിന്റെ കണ്ണുനീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സങ്കീർത്തനം മറുപടിയായി പ്രാർത്ഥിക്കേണ്ടത്: കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കരകൂടാതെ വ്യാപരിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് നന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും പ്രകോപിപ്പിക്കുന്നവരെ അവഗണിക്കുന്നവനും കർത്താവിന്റെ ഭക്തരെ മാനിക്കുന്നവനും അയൽക്കാരനോടുള്ള പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇവ ചെയ്യുന്നവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും ഇളകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മഹോന്നതമാ ഉത്താരം നീ അരുളുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി
അവനെ വാഴ്ത്തിടുവിൻ. നിങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തൊന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കൂ. പുറകിൽ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക. അവിടെ നടപ്പരയിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കൂ. ഒന്ന് ഫ്രണ്ടിലേക്ക് നടക്കട്ടെ. ആ നടുക്ക് നിൽക്കുന്നവരൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് നടന്നേ. കയറി നിൽക്കുക. പുറകിൽ നിൽക്കുന്നവർ, വാതിലിൻ്റെ അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് കയറി നിൽക്കും. അതുപോലെ പുരുഷന്മാരൊന്ന് ഫില്ല് ചെയ്ത് ഇരിക്കും. പുറകിൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ടുള്ളവർക്കൊരു സൗകര്യം കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദൂതമെപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഇരിക്കാം. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് 2 വായനകളും പുതിയ നിയമത്തിൽ നിന്ന് സുവിശേഷമടക്കം 2 വായനകളുമാണ്. ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള വായനയാണ്. നമുക്കൊക്കെ സുപരിചിതമായ സർപ്പത്തിൻ്റെ പ്രലോഭനത്തിൽ പഴം സ്വീകരിക്കുന്ന ആദത്തെയും ഹവയെയും കുറിച്ച് സൂചിപ്പിക്കുന്ന വചനഭാഗമാണ്. അതിൻ്റെ പിന്നാലെയാണ് പാപത്തിൻ്റെ ഒരു പരകായ പ്രവേശം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പാപത്തിൻ്റെ ഒരു പ്രലോഭനം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ആദംസ് ആപ്പിൾ. കുഞ്ഞുമക്കൾ അപ്പൻ്റെ അടുത്തിങ്ങനെ എന്താ പറയുക പെരുമാറുമ്പോൾ അപ്പൻ്റെ കഴുത്തിൽ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇതെന്താ ഇവിടെ മുഴയെന്ന് ചോദിക്കും. അപ്പോൾ ഈ മുഴ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നൊരു കഥയുണ്ട്. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ ആദവും ഹവ്വയും കുറിച്ച്, അവർ കഴിച്ച പഴത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയത്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? കേട്ടിട്ടുണ്ടോ ഈ ആദംസ് ആപ്പിൾ? കേട്ടിട്ടില്ല? ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ആപ്പിൾ ഹവ്വ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദം അത് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേട്ടത്. അതവിടെ സ്റ്റക്കായിപ്പോയി. പിന്നെ ഇറക്കാൻ പറ്റിയില്ല. അതാണ് ഈ മുഴ പുരുഷന്മാർക്ക്. എത്രത്തോളം കാര്യമുണ്ടോ ഇല്ലെന്നുള്ളതല്ല. അതുകൊണ്ട് ഈ തൊണ്ടയിലെ ഈ ഭാഗത്തിന് വിളിക്കുന്ന പേര് ആദംസ് ആപ്പിൾ എന്നാണ്. അതിലൊരു അർത്ഥവും കൂടിയുണ്ട്. അതായത് കർത്താവ് പിന്നീട് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പ്രലോഭനം എന്ന ആ ഒരു സംഭവത്തേക്കാൾ പ്രലോഭന ഹേതുവാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചിലപ്പോഴൊക്കെ ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരുക്കന്മാർ പറയും, ഈ തലയണ മന്ത്രവും പിന്നണി പോരാളികളും തമ്മിലുള്ള ഒരു ബന്ധം ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്നത് നാവാണ്. നാവിനെ നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിതത്തെ നമുക്ക് വളച്ചൊടിക്കാൻ സാധിക്കും. ഒരുവനെ നല്ലവനാക്കുന്നതും മോശമാക്കി തീർക്കുന്നതും അവൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരുടെയോ നാവാണ്. ആ നാവ് കൃത്യമായാൽ ജീവിതം നന്നാവും, ഇല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. അപ്പോൾ പ്രലോഭനം എന്നതിനേക്കാളപ്പുറത്ത് പ്രലോഭന ഹേതുവാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഒരു പ്രലോഭനമാകാനോ ഒരു പ്രലോഭനത്തിന് കാരണമാകാനോ ഇടവരരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിലേക്ക് വരുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. രണ്ടാമത്തെ വായന യോനയുടെ പുസ്തകത്തിലെ വായനയാണ്. യോനയുടെ പുസ്തകത്തിലെ വായനയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നിനിവേ നിവാസികൾ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ചു. ആ ചാരം പൂശിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തയ്യാറാക്കി നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ചിലതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുന്നതിൻ്റെ സൂചനയാണ്.
അതാണല്ലോ ഭസ്മം. ഭസ്മം എന്ന് പറഞ്ഞ എന്താണ്? അത് ഒരു സാധനം കത്തിത്തീരുന്നതിൻ്റെ അവശിഷ്ടമാണ്. ആ അവശിഷ്ടത്തെയാണ് നമ്മൾ അത് പൂജ്യമായി കണ്ടുകൊണ്ട് അതിനെ കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ എന്തിനേയും ഞാൻ ഈ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. അതായത് പലതിനെയും ഞാൻ ത്യജിക്കുന്നു, പലതിനെയും ഞാൻ വേണ്ട എന്ന് വെക്കുകയാണ്. ഇന്നു മുതൽ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്. സഭ നിഷ്കർഷിച്ചിട്ടുള്ളത് മാംസവർജനമാണ്. പക്ഷേ ചിലപ്പോൾ നമുക്കതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ, കുട്ടികളെ സംബന്ധിച്ച് മൊബൈലാകാം, അല്ലെങ്കിൽ TV ആകാം, അല്ലെങ്കിൽ സീരിയലാകാം, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തുള്ള എൻജോയ്മെൻ്റ് ആകാം, എന്തുമാകാം. ഏറ്റവും കൂടുതൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ എന്താ പറയുക ഒരു പ്രത്യേക ലഹരിയിലേക്ക് കൊണ്ടുവരുന്ന എന്തുമാകാം. മദ്യം, മയക്കുമരുന്ന്, മറ്റു ലഹരി വസ്തുക്കൾ, എന്തുമാകാം. അത് വേണ്ട എന്ന് വെക്കുകയാണ്. അതാണ് നമ്മൾ ഒരു ഡിറ്റാച്ച്മെന്റ്. അങ്ങനെ വേണ്ട എന്ന് വെക്കുമ്പോൾ ഞാൻ അതിന് ഉച്ഛിഷ്ടം പോലെ കരുതുകയാണെന്നാണ് ഈ ഭസ്മത്തെ നമ്മൾ നെറ്റിയിൽ അണിയുമ്പോൾ നമ്മൾ പറയുന്നത്. അതാണ് യോനയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. മൂന്നാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നോമ്പ് അത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എന്തിനാണ് നമ്മൾ അനുദപിക്കുന്നത്? എന്തിനാണ് നമ്മൾ പശ്ചാത്തപിക്കുന്നത്? മനോഹരമായൊരു പാട്ടുപാടും, കണ്ണീരാരു തരും പശ്ചാത്താപത്തിൻ പാപം കഴുകിടുവാൻ കണ്ണീരാരു തരും എന്ന് വിലപിക്കുകയാണ് നമ്മൾ. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കണ്ണുനീർ. ഈ പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കണ്ണുനീർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്നേഹിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, പകയോ വെറുപ്പോ ഇല്ലാതെ ഉൾക്കൊള്ളാൻ. ഒരു പക്ഷേ മാതാപിതാക്കളാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ കൂട്ടുകാരാകാം, നമ്മുടെ അയൽപ്പക്കങ്ങളാകാം, ആരുമാകാം. അവരോട് ക്ഷമിച്ച് പൊറുത്ത് വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള വിളിയാണ് ഈ നോമ്പ്. അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുക. അതുകൊണ്ട് ഈ 3 വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രലോഭനത്തിൻ്റെ ഹേതുവാകുന്നുവോ, അല്ലെങ്കിൽ പ്രലോഭനത്തിന് നമ്മൾ വീഴുന്നുണ്ടോ? 2, ഈ ഭസ്മം പൂശുന്നതിലൂടെ ഒരു ഡിറ്റാച്ച്മെന്റ്, എൻ്റെ ജീവിതത്തിൽ ചിലതെല്ലാം ഞാൻ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്നുണ്ടോ ഇന്നു മുതൽ? 3-ാമത്തെ കാര്യം, എന്തിനേക്കാളും വലുത് സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ മുടങ്ങുന്ന ചേമ്പിലയോ ചിലങ്ങുന്ന കൈത്താളമോ വെറുതെയാണ്. എൻ്റെ പറച്ചിലും എൻ്റെ പ്രവൃത്തിയും ഒന്നുമല്ല. എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ എടുക്കുന്ന നോമ്പ് കൊണ്ട് ഒരു അർത്ഥവുമില്ല. അപ്പം ചിലർ പറയും, എന്താണ് ഈ ഇറച്ചി മീനൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് കാര്യം? നന്നായി ജീവിച്ചാൽ മതി അച്ചോ, നന്നായി സ്നേഹിച്ചാൽ മതിയെന്നോ? ശരിയാണ്, നന്നായി സ്നേഹിച്ചാൽ മതി. അതുകൊണ്ട് ആ 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹമെന്ന വലിയ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പ് നമുക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ഈ വായനകളെ നമുക്ക് ശ്രവിക്കാം. 1-ാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 3-ാം അധ്യായം 1 മുതൽ 19 വരെ തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ ചെയ്യരുതെന്ന് അരുത്, എന്തെന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം അസ്വാദുവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുന്നതുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു.
അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. എൻ്റെ സഹോദരരെ, രണ്ടാം വായന. യോനായുടെ പുസ്തകത്തിനുള്ള വായന. 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രമുഖന്മാരുടെയും കൽപ്പനയാണിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് തിരിഞ്ഞ് എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല.
സ്തുതിയുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായിരിക്കരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതും എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്ക് ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷപരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശനത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സാഹോദര്യത്തിൽ സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുവിൻ. കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ ഒരുമുള്ളവരായിരിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുക അയൽ. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടി കരയുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടുകുത്തി കൈകൾ കൂപ്പി വിഭൂതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനുദാന ഗീതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പില് ഏറ്റവും പ്രധാനമായി വേണ്ടത് അനുതാപവും പശ്ചാത്താപവും മനസ്താപവും ഒക്കെയാണ്. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ 50 നോമ്പ് ഇന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും നന്നായി പൂർത്തീകരിക്കുവാനുള്ള കൃപ തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും പലതരത്തിലുള്ള തെറ്റുകളും അതുപോലെ പ്രലോഭനങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തെ മലീമസമാക്കിയിട്ടുണ്ട്. സാധിക്കുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസം കുമ്പസാരി ചൊരുങ്ങി നല്ലൊരു തീരുമാനമെടുത്ത് ഈ 50 നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവർത്തിച്ചു വരുന്ന ഒരു തെറ്റിനെ, ആ ഒരു തെറ്റെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരുപക്ഷെ മദ്യമായിരിക്കാം, മറ്റു ലഹരി വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, വഴക്കായിരിക്കാം, വിദ്വേഷമായിരിക്കാം. കർത്താവേ, ഏറ്റുപറയുന്നു, അനുതാപത്തോടുകൂടി ഈ നോമ്പിലേക്ക് പ്രവേശിക്കാനും ഒരു ജീവിത നവീകരണത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എന്നെ ശക്തനാക്കണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വരുന്ന ഗാനത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൻ കണ്ണീരാറ് തരുന്നൊരും, പാപത്തിൻ കണ്ണീരാറ് തരും. വീണു
വലകൾ തകർത്തെന്നാദാമി രക്ഷയെനിക്കു കനിഞ്ഞരുളി. മലകൾ തകർത്തി നാദാനീ രക്ഷയെനിക്കു കനിഞ്ഞരുളി. പാവനമാം തവ കൽപ്പനകൾ ലംഘിച്ചേത്തും ദുർബലന വീണ്ടും ഞാൻ വലയിൽ വീണല്ലോ, വീണ്ടും ഞാൻ വലയിൽ വീണല്ലോ. കണ്ണീരാറി തരും പശ്ചാത്താപത്തിൻ പാപം കഴുകിടുവാൻ കണ്ണീരാറി തരും. തുടർന്ന് ഭസ്മം വെഞ്ചരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു നമുക്ക് പ്രാർത്ഥിക്കാം. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ച് നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിന്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനിവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങളെ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന്റെ ബാഹ്യ ചിഹ്നമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പ് എടുക്കുന്നത്. 4 പേര് ഞങ്ങൾ കൊടുക്കും, 3 സിസ്റ്റേഴ്സും ഞാനും. അങ്ങനെ 4 വരിയായിട്ട് ഫ്രണ്ടിലേക്ക് നിങ്ങൾ വരിക. തിക്കും തിരക്കും കൂട്ടാതെ ഓരോരുത്തരുടെയും അടുത്തേക്കും 1 വരിയായിട്ട് മാത്രമേ വരാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തിക്കും തിരക്കും കൂട്ടാതെ 4 വരിയായിട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോരുത്തരുടെയും ഊഴമനുസരിച്ച് വന്നു പോയി തിരിച്ച് സ്വസ്ഥമായി ശാന്തമായി നമുക്ക് ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യാം. 5 പേരുണ്ട്. നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് ചെയ്യാം. നമുക്ക് 5 വരികളായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ായി കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
വസ്ത്രം ധരിപ്പിക്കുന്നതും ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസം അർപ്പിച്ച കർത്താവേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപികൾ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ അവരെ നേർവഴിക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പശ്ചാത്താപം പ്രകടിപ്പിച്ച കള്ളനു യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പശ്ചാത്തപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുമറിയിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കാഴ്ച സമർപ്പണ ഭാഗത്തേക്ക് പ്രവേശിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവേ, നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. ശരീരങ്ങൾ പങ്കിലമാകും വിശ്വാസം നിങ്ങൾ കൈവരിയാറിന്നും കാത്തിടമിൻ. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണല്ലോ. ശരീരങ്ങൾ പങ്കിലമാകും വിശ്വാസം നിങ്ങൾ കൈവരിയാറിന്ന കാത്തിടമിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസ് പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹത്താലെ ഏകജാതനെ സ്നേഹിതനെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകനും ചൂട് രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും തന്റെ സ്തുത്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശാൽ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശാൽ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മീനമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുവാനിലെ മഹിമയാൽ നിറയുന്നു നിരുപമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അപ്പവും വീഞ്ഞും അങ്ങയുടെ ശരീരരക്തങ്ങളായി മാറുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 50 നോമ്പിലൂടെ ഞങ്ങളുടെ ജീവിതത്തെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ ജീവിത നവീകരണത്തിലേക്ക്, ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക്, പുതിയ തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ അത് നിലനിൽക്കുവാനുള്ള, അത് പൂർത്തീകരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും. ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനോടെ സർവസ്വം മുൻപിലച്ചു കൊണ്ടിരുന്നു.
കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മറാഫൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാബലിതാക്കും മറാൻഡ്രോസ് മിത്രാബലിതാക്കും മാർ പോളിമിത്രാനും പുരോഹിതന്മാരെ സംശാനമന സമർപ്പിത അൽമായ പ്രേക്ഷകരുടെ ഭരണകർത്താക്കളും അനധികാരികൾ സന്യസ്ത്രവേദി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും വിവിധ പരീക്ഷകൾക്കായിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ 50 നോമ്പിന്റെ വിജയത്തിനും യോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ രാഷ്ട്രത്തിന്റെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഇടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉറപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുരിതമെന്നോട് ചെയ്തോന്നണമേ. സമാസമായ ബലിപീഠത്തെയും പാവശമായ തിരുശുരക്തയെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പാപം നീക്കും കുഞ്ഞാടിത ദൈവം നൽകും ജീവന്റെ അർത്ഥമിത പാപം നീക്കും
ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തയോടെ സമീപിക്കാം. അനുതാപത്തിൽ ഉളവാക്കുന്ന ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപോചന യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയിലും ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രികൊടുക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാട്ടെ. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. എല്ലാ മനുഷ്യരും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തെ വിശ്വസിച്ചോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വിശ്വാത്മാന്റെ കൃപാർത്താൽ സുഹൃതവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സമാപന പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, ജീവനായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിലും പരിഹാര മനോഭാവത്തിലും വളരുവാനും തിരുശരീരങ്ങൾ ഉൾക്കൊണ്ട് നിത്യജീവൻ അർഹരാകുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനുമായ മിശിഹായി, പശ്ചാത്താപത്തോടെ നിന്റെ പക്കലണഞ്ഞ് ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരുണ്യമെന്ന് പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ജീവന്റെ പൂർണ്ണത ഉൾക്കൊള്ളണമെന്നും ആഗ്രഹിക്കുന്ന കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിനും നവീനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അവിടുന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. സ്വർഗരാജ്യത്തിന്റെ നീതി എപ്പോഴും അന്വേഷിക്കുവാനും പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെയും പാപപരിഹാരത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിന്റെ ജനമേ, ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ ജയിച്ച് ആത്മീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ മിശിഹായുടെ കുരിശ് നിങ്ങളെ ശക്തരാക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീനത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ ഞങ്ങളുടെ